മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, കണ്ണീരോടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥന മഹാദേവൻ കേൾക്കുന്നു. മഹാദേവനെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട ഭക്തർക്ക് മഹാദേവൻ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലത് സംഭവിക്കാൻ പോകുന്നു. ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. സത്യത്തിൽ അവരല്ല നിങ്ങളെ ഒഴിവാക്കിയത്. അവരെ മഹാദേവനാണ് നിങ്ങളിൽ നിന്നും അകറ്റിയത്. പൊള്ളയായ വാക്കുകളിലും പ്രകടനങ്ങളിലുമല്ല ബന്ധങ്ങൾ നിലനിൽക്കേണ്ടത്. അത് നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാതയിലാണ്. നിങ്ങൾ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ടു പോവുക. ഭക്തരെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കൂടെ നിന്ന് ചൂഷണം ചെയ്തവരെയും നിങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടവരെയും പ്രയോജനമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കി അകന്നു പോയവരെയും നിങ്ങളുടെ എല്ലാ സമയത്തും ചേർത്ത് നിർത്തുവാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരെയും ഒരിക്കലും മറക്കരുത്. ഭക്തരെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് കരുതി നെഞ്ചോട് ചേർക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കുക. അവർക്ക് നിങ്ങളാണോ പ്രിയപ്പെട്ടതെന്ന്. ആരെയും എന്തും പറയാമെന്ന് കരുതാതിരിക്കുക. ചിലപ്പോൾ അവർ പ്രതികരിച്ചു എന്ന് വരില്ല. എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി നെഞ്ചിപ്പിടഞ്ഞ് കരയുന്ന അവരുടെ കണ്ണുനീരിന് ദൈവം പകരം വീട്ടുന്ന ഒരു ദിവസമുണ്ടായിരിക്കും. വിജയകരമായ ജീവിതത്തേക്കാൾ സംതൃപ്തമായ ജീവിതമാണ് നല്ലത്. കാരണം മറ്റുള്ളവരാണ് നിങ്ങളുടെ വിജയം അളക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സ്വന്തം മനസ്സാണ് നിങ്ങളുടെ സംതൃപ്തി അളക്കുന്നത്. വാക്കുകൾ കൊണ്ട് പലരും നിങ്ങളുടെ മനസ്സിനെ കീറിമുറിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ അവരെ മൗനം കൊണ്ട് നേരിടുക. കാരണം മൂർച്ചയുള്ള വാക്കുകളുടെ മുനയൊടിക്കുവാൻ മൗനത്തോളം നല്ല ആയുധം വേറെയില്ല. ഭക്തരെ, നിങ്ങളെ നിങ്ങളായി ഉൾക്കൊള്ളുവാൻ കഴിയുന്നവരെ മാത്രം സ്വീകരിക്കുകയും അല്ലാത്തവർക്കു വേണ്ടി യാചിക്കാതിരിക്കുകയും ചെയ്യുക. മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്നത്ര കാലം നിങ്ങൾക്ക് വിലയുണ്ടാകും. അത് കഴിഞ്ഞാൽ മാറ്റി നിർത്തപ്പെടും. കാരണം ഇത് സ്വാർത്ഥതയുടെ ലോകമാണ്. നിങ്ങൾ വേദനിപ്പിച്ച ആ ഒരാളുടെ നിശബ്ദതയെ നിങ്ങൾ ഭയപ്പെടുക. കാരണം അയാൾ തിരിച്ചൊന്നും പറയാതിരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊള്ളുക. ഒരുപാട് തവണ വാക്കു തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. ഇത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക. അതിൽ നന്ദിയുള്ളവരായിരിക്കുക. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം അത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ഭക്തരെ, നദികൾ ഒരിക്കലും പിറകോട്ട് സഞ്ചരിക്കാറില്ല. അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് തന്നെ പോകുക. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആരെയും ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. ആളുകൾ ഒരിക്കലും നിങ്ങളിൽ സന്തുഷ്ടരാവുകയില്ല. ആരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഭക്തരെ, സുഖവും ദുഃഖവും തമ്മിൽ അധിക ദൂരമില്ല. ഇവ രണ്ടിനും ജീവിതത്തിൽ അമിത പ്രാധാന്യം നൽകാതിരിക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.